ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ ബിറളില്ലാഹി അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ ഉസ്താദ് അവർകൾ, മറ്റു ജഡ്ജസ്, മറ്റു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന താലീം സുഹൃത്തുക്കൾ, അസ്സലാമു അലൈക്കും. ഇന്ന് എനിക്ക് നിങ്ങളുമായി ചർച്ച ചെയ്യാനുള്ള വിഷയം ഹിജ്റ പ്രവാചകാനുഭൂതിയുടെ ആധ്യാത്മിക പൊരുൾ എന്നതിനെ കുറിച്ച് അല്പം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. ഹിജ്റ എന്നാൽ ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം. സത്യത്തോടുള്ള പ്രതിബദ്ധതയും ഉത്തരവാദിത്വം നിർവഹിക്കാൻ പലതും ഉപേക്ഷിക്കേണ്ടി വരും. ദുശീലങ്ങളോട് കലഹിച്ചും ധർമ്മസ്ഥാപനത്തിനായി പടപൊരുതിയും തന്റെ വ്യക്തിത്വവും വിശ്വാസവും സംരക്ഷിക്കുന്നതായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റ. ശുഹൈബും ബിലാലും അമ്മാർ റളിയല്ലാഹു അൻഹു അടക്കം നൂറുകണക്കിന് സ്വഹാബികളെ ചുട്ടുപഴുത്ത മണലിൽ കിടത്തിയും തിളച്ചു മറയുന്ന എണ്ണയിൽ മുക്കിയും ശരീരഭാഗങ്ങൾ അല്പാൽപമായി മുറിച്ചെടുത്തും ജീവച്ചവങ്ങളാക്കി. ഇങ്ങനെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നപ്പോഴാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുയായികളും മക്ക വിടുന്നത്. ഏത് പ്രവർത്തനങ്ങൾക്കൊപ്പവും പ്രാർത്ഥനയും ഇലാഹി സമർപ്പണ മനസ്സും കൂടെ കരുതണമെന്ന സന്ദേശമാണ് വീട്ടിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നത്. ഒരു പിടി മണ്ണെടുത്ത് സൂറത്തു യാസീനിലെ ആദ്യ ഭാഗത്തെ ഏതാനും ആയത്തുകൾ പാരായണം ചെയ്തതിനു ശേഷം ശത്രുക്കൾക്ക് നേരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിച്ചെറിഞ്ഞു. വീട് വളഞ്ഞു നിൽക്കുന്ന ഓരോ ശത്രുവിന്റെ കണ്ണുകളിലും മൺതരികൾ പതിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പുണ്യവചനങ്ങളെ ചേർത്ത് പിടിക്കാനും അതിലൂടെ ആത്മശക്തിയും മനോധൈര്യവും ആർജിക്കണമെന്ന് പഠിപ്പിക്കുകയാണ് ഇവിടെ. കൃത്യമായ ആസൂത്രണവും അവബോധവുമാണ് ഹിജ്റയിലെ ക്രമീകരണങ്ങൾ അടയാളപ്പെടുത്തുന്നത്. വീട് വളഞ്ഞു നിൽക്കുന്ന ശത്രുനേരുടെ ശ്രദ്ധ തിരിക്കാൻ തന്റെ വിരിപ്പിൽ അലി റളിയല്ലാഹു അൻഹുവിനെ കിടത്തിയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രക്ഷപ്പെട്ടത്. അതുപോലെ തന്നെ തിരുദൂതരും അനുയായികളും മദീനയിലെത്തുന്നതിനു മുമ്പ് മുന്നൊരുക്കങ്ങൾക്കായി മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചു. ശത്രുക്കളുടെ നീക്കങ്ങളും കുതന്ത്രങ്ങളും മനസ്സിലാക്കി വിവരങ്ങൾ കൈമാറാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ മകൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. ഈ രൂപത്തിലുള്ള ചിട്ടയായ രൂപത്തിലായിരുന്നു പുണ്യമേറിയ ഹിജ്റ ഉണ്ടായിരുന്നത്. മദീന യാത്രയിൽ ഭക്ഷണത്തിനായി അള്ളാഹു നൽകിയ സഹായമായിരുന്നു ഗോത്ര വനിതയായ ഉമ്മ മഅബദിന്റെ പ്രസവിക്കാനാകാത്ത ആടിച്ചുരത്തിയ പാൽ. സത്യമാർഗത്തിലെ സമർപ്പിതർക്ക് ആവശ്യമായതെല്ലാം അതത് സമയങ്ങളിൽ നാഥൻ നൽകിക്കൊണ്ടിരിക്കുന്നതിന്റെ സാക്ഷ്യമാണ് ഇവിടെ വ്യക്തമാകുന്നത്. സൗർഗുഹയുടെ ഇരുൾ അകത്തും പുറത്തെ ക്രൂരന്മാരുടെ കാൽപരിമാറ്റവും കണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പേടിച്ചുരണ്ട സമയത്ത് കാരുണ്യത്തിന്റെ പ്രതീകം മുത്തുനബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്തിനാകൂലപ്പെടണം, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് കുളിരി കോരിയിടുന്നതായിരുന്നു. പതുങ്ങലോ മുട്ടുമടക്കലോ തോറ്റ് പിന്മാറില്ലായിരുന്നില്ല ഈ ഹിജ്റ. കുതിപ്പിന്റെ ചൊടൊരുക്കമായ സമർപ്പണം, ധീരത, പ്രതിഷേധം, നെഞ്ചുറപ്പ്, സ്നേഹം തുടങ്ങിയ അനേകം ഘടകങ്ങളുടെ ഉള്ളടക്കമായിരുന്നു ഈ പലായനം. അല്ലാതെ അഭയാർത്ഥികളുടെ നാടുവിടലമല്ല, മറിച്ച് ഒരു രാഷ്ട്രശില്പിയുടെയും അനുയായികളുടെയും വിപ്ലവ സഞ്ചാരമായിരുന്നു. തിരുദൂതരുടെയും കൂട്ടാളികളുടെയും കഥ കഴിച്ചാൽ 200 ഒട്ടകം പ്രതിഫലം ലഭിക്കുമെന്ന മധുര പ്രതീക്ഷയോടുകൂടെ ശത്രുക്കളുടെ അച്ചാരം മോഹിച്ച് നബിയെയും കൂട്ടരെയും അപായപ്പെടുത്താൻ ഒരുങ്ങിയ സുറാഖത്ത് ബിൻ മാലിക്കിന്റെ കുതിരയുടെ കാൽ ഇടറിയ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇലാഹി കരുത്തിലും ആത്മബോധത്തിലും നിലകൊള്ളുന്നവർക്കെതിരെയുള്ള ചതിപ്രയോഗങ്ങളെല്ലാം വൃഥാവിലാകുമെന്ന സന്ദേശമാണ് ഈ ചരിത്ര സംഭവങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത്. ഇത്രയും പറഞ്ഞ രണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.